ഇന്ന് ഞാൻ എളുപ്പത്തിൽ ടിഫിൻ ബോക്സ് റെഡിയാക്കുന്നത് കാണിച്ചു തരാം. രാവിലെ തന്നെ ആദ്യം മോൻ എണിച്ചിട്ടുണ്ടായിന് ഓനക്ക് പാലെല്ലാം കൊടുത്ത് സെറ്റാക്കിയിട്ട് കടത്തിയിട്ടുണ്ട്. അതേപോലെ ദുവാമോൾ നല്ല ഉറക്കില്ലാന്നുള്ളത് തലേ ദിവസം ചിക്കനെ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് ഇപ്പം ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട ഉള്ളിയും ക്യാപ്സിക്കവും നീളത്തിൽ കട്ടാക്കിയിട്ട് വെച്ചിന്. അതേപോലെ നമുക്ക് ചപ്പാത്തിയാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പം ഞാനിവിടെ ചപ്പാത്തി മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചിക്കൻ ഉണ്ടല്ലേ നല്ലോണം ഫ്രൈ ആക്കിയിട്ട് എടുത്തിന്. ഇനി അതേ പാനിലേക്ക് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായ ഉള്ളിയും ക്യാപ്സിക്കവും ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ബട്ടറോ എണ്ണയോ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഇട്ട് കൊടുത്തിട്ട് അധികം ഫ്രൈ ആക്കാൻ നിൽക്കണ്ട, ചെറുതായിട്ടൊന്ന് സോട്ടാക്കിയിട്ട് എടുത്താൽ മതി. ഇപ്പുറത്ത് നമ്മൾ ചപ്പാത്തിയും റെഡി ആകുന്നുണ്ട്. ഈ ഒരു സനാസിൻ്റെ ചപ്പാത്തി നല്ലതാണ്, നല്ല സോഫ്റ്റും ഉണ്ടാകുന്നു, അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട്. നമ്മൾ ഇട്ട് കൊടുത്ത ഉള്ളിയും ക്യാപ്സിക്കും ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായ ചിക്കനില്ലേ അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇനി ചപ്പാത്തിൻ്റെ മേലെ മയോണീസ് ഇല്ലേ അത് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ റോളാക്കിയിട്ട് എടുത്താൽ മതി. ഉണ്ടാക്കാൻ എളുപ്പമാണ്, അടിപൊളി ടേസ്റ്റുമാണ്. അങ്ങനെ അന്നൂർ സ്കൂളിൽ പോയി ഇനി നമുക്ക് ജമ്മുവിനൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. ഓൾക്കും ഇതേപോലെ തന്നെ റോളാക്കിയിട്ട് എടുത്തതാണ് ടിഫിൻ ബോക്സിൽ കൊടുക്കുന്നുള്ളത്. കഴിക്കാനായിട്ട് ചപ്പാത്തിയും തലേദിവസം ഉണ്ടാക്കിയ ചിക്കൻ കറിയും ഉണ്ടായിന്. അങ്ങനെ നമ്മൾ ജമ്മു റെഡി ആയിട്ട് ബസ് വരാൻ വേണ്ടി വെയിറ്റ് ആക്കുന്നതാണ്. ജമ്മു ഇങ്ങനെ ചിരിപ്പിക്കുമ്പോൾ ഓനിപ്പോൾ ചൊടി വരുന്നതാന്നുള്ളത് ഓനിക്ക് പച്ചിട്ട് കണ്ണാണെന്നില്ല എന്നറിയുന്ന പോലെ. അങ്ങനെ ജമ്മുവിൽ സ്കൂളിൽ പോയി ഇനിയിപ്പോൾ ഓനെ എണ്ണ തേച്ചിട്ട് കുറച്ച് സമയം കൊടുത്തും. ഇപ്പോൾ 2 മാസമല്ല ഇത്, അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് വരെ മാത്രമാണ് ഞാനിപ്പോൾ എണ്ണ തേച്ചിട്ട് ഇങ്ങനെ കടുത്തലുള്ളത്. ഓൻ്റെ മേലെ തലയിലും എല്ലാം തേക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെർജിൻ കോക്കനട്ട് ഓയിലില്ലേ വെന്ത് വെളിച്ചെണ്ണ അതാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ തന്നെ പുരയിൽ തന്നെ ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് നല്ല ധൈര്യമായിട്ട് തേച്ച് കൊടുക്കുക. അതേപോലെ നല്ലതുമാണ്. രാവിലെ പിള്ളമാർ സ്കൂളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഉമ്മ വെള്ളം ചൂടാക്കിയിട്ടുണ്ടായിന്. അപ്പോൾ ആദമിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അത്ര ചൂടില്ല, അതുകൊണ്ട് കുറച്ച് തീയും കൂടി ഇട്ട്. അപ്പോൾ രാവിലെ തന്നെ തീയാക്കിയതല്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ ടിന്ന് നല്ല ചൂടുണ്ടല്ലോ, അതാകുമ്പോൾ പെട്ടെന്ന് ചൂടായിക്കോളും. അങ്ങനെ ആദമിനെല്ലാം കുളിപ്പിച്ചിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനുണ്ട്. അങ്ങനെ അവനെ കുളിപ്പിച്ച് കിടത്തി നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നുള്ളത്. നമ്മളിങ്ങോട്ട് ഉത്സവം വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഇവിടെ കാണുന്നുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് പൊൽസോട് പൊൽസാണ്, സൗണ്ടും നല്ല രസമാണ്. ആ ഒരു സമയത്ത് ഒരു 3-4 ദിവസം ഉണ്ടാവും. ഹോസ്പിറ്റൽ നമ്മളിപ്പോൾ എൻ്റെ തൊട്ട് അടുത്തായിട്ട് തന്നെയാണുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലെത്തി. ഞാനും ദുവാമോളും ആണ് അങ്ങോട്ടേക്ക് പോകുന്നുള്ളത്. അങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ആ ഒരു കെട്ടുന്ന സംഭവങ്ങളെല്ലാം ഇല്ലേ, റെയ്ഡ്സും കാര്യങ്ങളെല്ലാം അതെല്ലാം ഇങ്ങനെ കെട്ടുന്ന കണ്ടിട്ട് നമ്മളിങ്ങനെ അന്തം വിട്ടിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇത്ര തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.